അപ്പോൾ നമ്മളിന്ന് അമ്മൂട്ടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കും കേട്ടോ. അപ്പോൾ മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് അറിയില്ല, ഇന്ന് കൂടെ മാറ്റനുണ്ട് കേട്ടോ. അപ്പം വീഡിയോസൊക്കെ എടുക്കാനാണേലും അവൻ കൂടെ വരുമായിരിക്കും. പക്ഷേ എനിക്കിതെന്തോ ഭയങ്കര വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സെൽഫി സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നോക്കുമ്പം ഞാൻ നേരെ എന്നെ തന്നെ നോക്കി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഇത് ക്യാമറയെ നോക്കി വർത്തമാനം പറയാൻ എനിക്ക് പറ്റുന്നില്ല. എന്തോ എൻ്റെ പ്രശ്നമായിരിക്കാം. പയ്യെ ശരിയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് പോവാം. എന്തെങ്കിലും അവധി ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ലായ്മയാണ്. അപ്പോൾ ഇന്ന് കർക്കിടകവാവാട്ടോ. അപ്പം കർക്കിടകവാവിൻ്റെ അവധിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിന്ന് പോകാൻ. ചെറുതായിട്ട് മഴ തോളുന്നുള്ളത് കൊണ്ട് നമ്മൾ കോട്ടൊക്കെ ഇടേണ്ടി വരുമായിരിക്കും. ഇല്ല സാരമില്ല, നമുക്ക് പോവാം. അവിടെ ചെല്ലുന്നതിന് മുന്നേ ഉള്ള കുറേ വീഡിയോസൊക്കെ വരുമായിരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ക്യാമറയിലോട്ട് നോക്കാത്തത് കൊണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊരു ഡൗട്ട്. പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ ഇത് ഇച്ചിരി പൊക്കിയുടെ പിടിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്ത് തുടങ്ങി കേട്ടോ. ആണെങ്കിൽ പോകാനായിട്ട് ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ട് നിൽക്കുക. മഴ പെയ്യുന്നതുകൊണ്ട് എനിക്കിങ്ങനെ മഴയത്ത് പുറത്തിറങ്ങാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന് നല്ലത് അവിടെയാണെങ്കിൽ കസിൻസൊക്കെ ഉണ്ട്, ആ രീതിയിൽ നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ ഇത് ഞാൻ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടും ഷെയ്ക്ക് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ പയ്യെ പഠിക്കുമായിരിക്കും. എല്ലാവരും ബിഗിനർ ആവുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ നമുക്ക് സാരില്ല, പയ്യെ സെറ്റാക്കാം. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ, ക്യാമറയിലോട്ട് നോക്കാം. പക്ഷെ ഞാനിങ്ങനെ എന്നെ തന്നെ നോക്കുന്നത് കൊണ്ട് എന്തോ ഒരു പന്തികേടില്ലേ എന്നൊരു ഡൗട്ട്. ഇനി ഇവിടുന്ന് തോട്ടിന്ന് വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ടൊക്കെ കാരണം ഞാൻ പറഞ്ഞ കേൾക്കാമെന്നൊന്നും അറിയത്തില്ല. ശരിയാകുമായിരിക്കും. പിന്നെ എല്ലാം ഞാൻ ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. മടനാണ് പോകാൻ ഭയങ്കര ബഹളമാണ് കിടന്ന്. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഇവിടുന്ന് എത്രയാ, ഒരു മാക്സിമം 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പോയിട്ട് വരാം. നമ്മുടെ തോട്ടിലൊക്കെ നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. കുഞ്ഞി കൈത്തോടാണ്, അപ്പം വെള്ളം ഇത് മറ്റേ നല്ല വെള്ളം മഴയുള്ളപ്പോൾ മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ലായിരിക്കും. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കാണാൻ പറ്റത്തില്ലായിരിക്കും. മറ്റേ ആ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ചെറുതായിട്ട് വെള്ളം ചാറുന്നൊക്കെ ഉണ്ട്. കോട്ടിടാനുള്ള മഴയുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ നനയും. അവരാണെങ്കിൽ പെട്ടെന്ന് എത്താനുള്ള ധൃതി കൊണ്ടാണെങ്കിൽ ഓടിപ്പാഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട്. അവനാണെ വണ്ടിയുടെ അവിടെ ചെന്നിപ്പോൾ വണ്ടി എടുക്കുമെന്നാണ് തോന്നുന്നത്. അത്രയും ഇപ്പോൾ വണ്ടി ഉരുട്ടി ഇവിടെ വരെ റോഡിനകത്ത് വരെ ഇറക്കിക്കൊണ്ട് വയ്ക്കുക. അവൻ അത്രയും പോകാനായിട്ട് ഭയങ്കരമായിട്ട്, കാരണം ഈ അവന് അവധി ഉണ്ടെങ്കിൽ കൂടുതൽ സമയം അവിടെ, കാരണം അവിടെ അവൻ്റെ പ്രായമായിട്ട് കുറച്ചുകൂടെ ചേരുന്നവരാണ്. ഞാൻ ഇവരെക്കാളൊക്കെ കുറച്ച് മൂത്ത് വായിപ്പോയി, അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല. എൻ്റെ കുട്ടിത്വമൊന്നും മാറാത്തത് കൊണ്ട് സാരില്ല. ഇവരുടെ വൈബ് തന്നെ ഇപ്പോഴും കണ്ണുകെട്ടി കളിച്ചും സാറ്റ് കളിച്ചും ചീട്ട് കളിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരു വൈബിൽ തന്നെ പോകാം. പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിനുള്ളവരൊന്നും എനിക്ക് പറ്റിയവരില്ല, അതൊരു പ്രശ്നമാണ്. ഇതേക്കാളൊക്കെ ഇച്ചിരി മൂത്തതായി, തലമൂത്തതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ട്, ഏജ് ഗ്യാപ്പിന്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവാറില്ല. എൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90s കിഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ 90s കിഡ്സ് അല്ല. ഞാൻ അവിടെ നിന്നൊക്കെ കടന്നു. 2K കിഡ് ആണോ എന്ന് ചോദിച്ചാൽ 2K കിഡിൻ്റെ സംഭവമല്ല. ഈ 2K കിഡിൻ്റെ ഒക്കെ ആദ്യ ഭാഗത്തൊക്കെ ചിരിച്ചവർ 2K കിഡ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. 90s കിഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ അതെന്നാൽ 90s കിഡ്സിൻ്റെ അതേ ചിന്താഗതിയിലിരിക്കുക. പല കാര്യങ്ങളും ഇവർ പറയുന്നത്, ഇവർ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമുക്ക് മനസ്സിലാത്ത പോലെയില്ല. അതൊരു സത്യാവസ്ഥ. ഇവരെന്നാ ഉദ്ദേശിക്കുന്നത്? പിന്നെ അവരുടെ മുന്നിൽ നാണം കേടാൻ കഴിയുമ്പോൾ നമ്മളൊന്നും ചോദിക്കാൻ പോകുകയല്ല. ഇനി ഒരുപാട് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ഇപ്പം തന്നെ ഓടിക്കും. അതുകൊണ്ട് നമുക്ക് പയ്യെ പോകാൻ തുടങ്ങാം. അവൻ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇറക്കി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, കോട്ടൊക്കെ സെറ്റാക്കുക. അവനാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക പോകാനായിട്ട്. കോട്ടും എല്ലാം കോട്ടൊക്കെ ഇടാതെ, ഇപ്പം നമ്മൾ കോട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നനയാനുള്ള മഴയാവും. അതുകൊണ്ട് നമുക്ക് കോട്ടൊക്കെ ഇട്ട് പോവാം. നമ്മൾ കോട്ടൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ കേട്ടാകുമെന്ന് അറിയത്തില്ല കേട്ടോ, സൗണ്ട് എത്ര കിട്ടുമെന്ന്. ഇതിൻ്റെയൊക്കെ ഡിസ്റ്റർബൻസ് ആയിരിക്കും കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കോട്ടിട്ടിട്ട് വരാം. പോവാണ്. ഹെൽമെറ്റൊക്കെ കാര്യം ഹുക്കിട്ട് വെച്ചത്, ഹുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോവാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല കേട്ടോ, കുഞ്ഞു
കുഞ്ഞു കുഞ്ഞു മഴയുള്ളൂ, എന്നാലും നമുക്ക് കൂട്ടിട്ടേക്കാം. മതി. ഇങ്ങനെ പോവാണ്, അവരൊക്കെ നോക്കിയിരിക്കുന്നു. നമ്മൾ അപ്പം ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വലിയ മഴയൊന്നും വന്ന വഴിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് കണ്ണാടിയൊക്കെ നനയാൻ മാത്രം ഉണ്ടായിരുന്നു. ഇന്നലെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വലിയ മഴയില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ഭയങ്കരമായിട്ട് മഴ പെയ്യുമായിരിക്കും. വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി പപ്പടമാണോ ഈ കൊണ്ടുവച്ചേക്കണേ? അയ്യോ, എന്തൊരു ഗ്യാസ് ലീക്കായ പോലത്തെ വേണം. അത് നിലത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടൊക്കെ പോവാം, എന്നിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാവേ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 2-3 ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടേ. അപ്പോൾ ഞാൻ ആ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു തരാവേ. അയ്യോ, ക്യൂട്ടായിട്ട് 2 പൂച്ചക്കുഞ്ഞുങ്ങൾ. അതിൻ്റെ തള്ളപ്പൂച്ചയും കൂടെ അങ്ങോട്ട് കയറി കേട്ടോ. ഫോക്കസ് സെറ്റായി. അയ്യോ, എന്ത് രസമല്ലേ കാണാൻ. ഭംഗിയുണ്ട്. അതുണ്ടായിട്ട് 2 ദിവസമായുള്ളൂ. ഇപ്പോൾ നമുക്ക് കണ്ണു പോലും തുറന്നിട്ടില്ല. അതുങ്ങൾക്ക് പൂട പോലും വന്നില്ല. അയ്യോ, ഇത്രയും കുഞ്ഞുങ്ങളാണ് തീരെ. അയ്യോ, അവളെ അടിക്കുമോ? അപ്പോൾ ഇവിടെ നല്ല പൂച്ച പുഴുങ്ങിയതുണ്ട് കേട്ടോ. നമ്മൾ പാലക്കാർ ഇതിനെ പൂച്ച എന്ന് പറയുന്നത്. പല രീതിയിൽ പറയുന്നവരൊക്കെ ഉണ്ട്. കുമ്പിളപ്പെന്നും ഇടനേരപ്പം ചക്കപ്പഴം വെച്ചുണ്ടാക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു അടിപൊളി സ്വീറ്റാട്ടോ. നല്ല ചില സമയത്ത് ഇതെങ്ങനെയാണ് ചക്കപ്പഴവും പിന്നെ കൂടുതൽ ആട്ടപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റവപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് നമുക്കുണ്ടെങ്കിൽ നല്ല ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഇത്. കാരണം നമുക്ക് മുറിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ഹാർഡായി ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് ഇത്. ഇവിടെ ഈ ചക്കയുടെ ഒക്കെ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും തന്നെയുള്ള നല്ലൊരു പലഹാരമാണിത്. ഇപ്പം ഞങ്ങളിതിന് പൂച്ച പറഞ്ഞാൽ ഈ ഇടനേലയിലാണ്. ഇപ്പം ഇത് ഓരോ നാട്ടിലും എന്തൊക്കെയാണ് പേര് പറയുന്നേ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കൊരു കരിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ തെങ്ങ്. അപ്പം ഈ തെങ്ങിൽ നിന്നുണ്ടായ കരിക്കായിരുന്നു. അപ്പം മമ്മി നമുക്കതിങ്ങനെ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അതായത് എൻ്റെ ശരിക്കുള്ള വീട്ടിലെ അതായത് പണ്ടത്തെ ടൈപ്പ് വലിയ തെങ്ങായതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് കരിക്ക് ഭാഗത്തുനിന്നൊന്നും കിട്ടത്തില്ല. അത് തേങ്ങയായിട്ട് താഴെ വീണ് കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് കൂടുതലും കരിക്കൊക്കെ കിട്ടുന്നത് മമ്മിയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മമ്മി നമുക്കിങ്ങനെ വെട്ടിത്തരും. ഇതിപ്പം വല്ലപ്പോഴും കിട്ടുന്ന സാധനത്തിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറയുന്ന പോലെ ഇത് വല്ലപ്പോഴൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കൊത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ കുരങ്ങ് വരുന്നത് കൊണ്ട് ഇടയ്ക്ക് ഈ തേങ്ങ ആവുന്നതിന് മുന്നേ ഈ കുരങ്ങിങ്ങനെ പൊട്ടിച്ചിടും. അപ്പം അങ്ങനെ നമുക്ക് കരിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 2 കരിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 കരിക്കിട്ടു ഞങ്ങളതെല്ലാവരും കൂടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മമ്മി ഇങ്ങനെ ഓരോ ഇതായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ മമ്മി ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയിരിക്കും ആദ്യത്തെ പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. പീസുകൾക്ക് വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആദ്യത്തെ പീസ് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് അങ്ങനെ ആ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 2ാമത്തെ കരിക്ക് പൊട്ടിച്ചിട്ട് എനിക്കിത് ഗ്ലാസ്സിൽ ഒഴിക്കുന്നതിനേക്കാളും ഇതിങ്ങനെ തേങ്ങയിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ കുടിക്കത്തില്ലേ, നമ്മൾ സാധാ കടിക്കുന്ന പോലെ അങ്ങനെ കുടിക്കാനായിരുന്നു ഒട്ടും ഇഷ്ടം. ഗ്ലാസ്സിലിട്ട് വയ്ക്കുമ്പോഴത്തേനും തേങ്ങയിൽ നിന്ന് കുടിക്കുമ്പോൾ അതൊരു വേറെ ഒരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. 2 കരിക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളൊരു 3 ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി. അത് കഴിഞ്ഞ് അമ്മയെ കൊണ്ടുവിടാൻ പോകണം. അപ്പം അമ്മയെ കൊണ്ടുവിടാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവധിയൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ 2-3 ദിവസം നിൽക്കാൻ വരാം. അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. നടക്കുമെന്നൊക്കെ ആർക്കറിയാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. നമ്മൾ വണ്ടിയുടെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാ. ശരി, അപ്പോൾ മഴ പെയ്യത്തില്ലായിരിക്കും. അപ്പോൾ പോവാണ്. മഴയൊക്കെ പെയ്താൽ നമുക്ക് അപ്പോൾ കോട്ടിടാം. എന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, കോട്ടൊന്നും ഇട്ടില്ല. അപ്പോൾ നമ്മൾ മമ്മി പറയത്തന്നെ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.